നമസ്കാരം. ആണവ പരീക്ഷണം എന്ന ബെഡായി എടുത്തുവെച്ച് ഇന്ത്യയെ മുട്ടുകുത്തിക്കാമെന്നോ പേടിപ്പിക്കാമെന്നോ ആരും കരുതേണ്ട. പറയുന്നത് മറ്റാരുമല്ല, നട്ടലുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. ആരുടെയും ഒരു ഓലപ്പാമ്പും കണ്ട് ഇന്ത്യക്ക് ഇളക്കം തട്ടില്ല. പാകിസ്ഥാന്റെ രഹസ്യ ആണവ പരീക്ഷണ വാർത്തകളോടായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. കാരണം വെറുതെ ഇരുന്ന ഇന്ത്യയെ കാരണമില്ലാതെ മാന്താൻ ഇറങ്ങിയപ്പോൾ കിട്ടിയ തിരിച്ചടികൾ അത്ര വേഗമൊന്നും പാകിസ്ഥാൻ മറക്കാനോ ആ ആഘാതങ്ങൾ മായ്ക്കാനോ ഉള്ള സമയമായിട്ടില്ല. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ആ പേരിട്ട ഓപ്പറേഷനിലൂടെ തന്നെ നല്ല വമ്പൻ തിരിച്ചടിയാണ് മോദിജി നൽകിയത്. ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുകയായിരുന്നു. ഒടുവിൽ കരഞ്ഞ് ഇന്ത്യയുടെ കാൽക്കൽ വീണപ്പോഴാണ് ഇന്ത്യ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായത്. പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി എത്തിയത്. ഇന്ത്യ ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്നായിരുന്നു മറുപടി. അത്തരം റിപ്പോർട്ടുകളിൽ ഇന്ത്യ പരിഭ്രാന്തരാകില്ല. ആണവായുധം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആകാം. നമുക്ക് അവരെ തടയാൻ കഴിയുമോ? ഏതു സാഹചര്യത്തെയും നേരിടാൻ രാജ്യം തയ്യാറാണ്. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങിയാൽ ഇന്ത്യയും പരീക്ഷണം നടത്തുമോ എന്ന ചോദ്യത്തിന് അവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കാദ്യം നോക്കാം എന്നായിരുന്നു മറുപടി. അതായത്, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു കാണിക്കുക. അപ്പോൾ ഇന്ത്യക്ക് വളരെ വ്യക്തമായി അറിയാം എങ്ങനെ നേരിടണമെന്ന്. US 3 പതിറ്റാണ്ടിലേറെ ആണവ പരീക്ഷണം നടത്താതെ വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധം പരീക്ഷിക്കുന്നത് കൊണ്ട് US പരീക്ഷണം നടത്താൻ പോവുകയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ ഈ വാദം പാകിസ്ഥാൻ പാടെ തള്ളിയിരുന്നു. പാകിസ്ഥാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിരുന്നു. രഹസ്യവും നിയമവിരുദ്ധവുമായ ആണവ പ്രവർത്തനങ്ങൾ ഇസ്ലാമാബാദിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. പതിറ്റാണ്ടുകളായുള്ള കള്ളക്കടത്ത്, കയറ്റുമതി, നിയന്ത്രണ ലംഘനങ്ങൾ, രഹസ്യ പങ്കാളിത്തങ്ങൾ, ഏക്യൂഖ്യാൻ ശൃംഖല എന്നിവ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ആണവ ചരിത്രം. പാകിസ്ഥാന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ എപ്പോഴും രാജ്യാന്തര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തന്നെയായിരുന്നാലും പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇന്ത്യ തക്ക മറുപടി തന്നെ നൽകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച